ഒരു 2 വലിയ പെട്ടിയുടെ ഇടയിൽ നിൽക്കാറ്. ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാലോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇത് ശരിക്കും പറഞ്ഞൊരു ഷോപ്പിംഗ് ഹാളാണെന്ന് പറയാം. അതായത് ഞാൻ മാഞ്ചസ്റ്ററിൽ പോയപ്പോൾ അവിടെ ഷോപ്പിംഗ് നടത്തി മേടിച്ച സാധനങ്ങളാണ് ഈ 2 പെട്ടിയിലും നിറച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, വിദേശത്ത് നിന്ന് വന്നു ഇനി തുറക്കാൻ പോകുന്നു. അപ്പം തുറന്നപ്പോൾ എന്താണ് കാണാൻ പോകുന്നതെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ജനുവരിയിലാണ് ഞാൻ മാഞ്ചസ്റ്ററിലെ മോളുടെ അടുത്ത് പോയിട്ട് വന്നത്. ഇഷ്ടംപോലെ ഷോപ്പിംഗ് ആയിരുന്നു അവരുടെ പ്രധാന ഹോബി. മാഞ്ചസ്റ്റർ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഞാനിങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ്സ് ഒക്കെ കാണിക്കാറുണ്ടല്ലോ. പിന്നെ അത് ജനുവരി വന്ന് ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഫെബ്രുവരി ആ ഒരു അവസാനത്തോടു കൂടിയെല്ലാം നമ്മൾ കാണിക്കാം, ഈ വീഡിയോ ആയിട്ട് കാണിക്കാം, നിങ്ങളെ കൂടി കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാര്യം ഒരുപാട് പേര് ആവശ്യപ്പെടാറുണ്ടല്ലോ അങ്ങനെ വരാണെങ്കിൽ ചേച്ചി കാണിച്ചു തരണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അതിനൊരു പറ്റിയൊരു സമയം. അപ്പോഴാണ് നമ്മുടെ കൊറോണ വൈറസിൻ്റെ അറ്റാക്ക് വന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെമ്പാടും ലോകമെമ്പാടും ഉള്ള ആൾക്കാരെല്ലാം ഭയങ്കര ഒരു ട്രോമാറ്റിക് കണ്ടീഷനിലായി, ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് നമ്മളെല്ലാവരും ഫേസ് ചെയ്തത്. ഇപ്പോഴും ആ നില തുടരുകയാണ്. എങ്കിലും ആ സമയത്തെ ഒരു രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റം. അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് പെട്ടിയൊക്കെ തുറന്ന് ഇങ്ങനെ കുറേ സന്തോഷം കാണിക്കുന്നത്, മേടിച്ച സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മൂഡിലേ അല്ലായിരുന്നു. ഇത് പെട്ടി തുറക്കാനോ സാധനങ്ങൾ എടുത്ത് നിങ്ങളെ കാണിക്കാനോ അങ്ങനെ ഒരു മൂഡല്ല. ആ സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ പോലും അത് ഒരു അവസരോചിതമല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത് വെയിറ്റ് ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എത്ര നാളായി ആലോചിച്ചു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഓക്കെ, ഏതാണ്ട് 9 മാസമായി ഈ പെട്ടി ഞാൻ തുറന്നിട്ടേ ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ശരിക്കും നല്ല എന്താ പറയുക, നമ്മുടെ കടായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പാത്രമൊക്കെ ഉണ്ട്, കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ. പക്ഷെ ഞാനിപ്പോൾ എന്തുകൊണ്ട് തുറക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഡിസംബർ ആവുകയാണ്, ക്രിസ്മസ് ടൈം. അപ്പോൾ ബേക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ മേടിച്ചിട്ട് വന്നിരുന്നു. ബേക്കിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഒക്കെ കുറേ ഉണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടല്ലോ. അപ്പോൾ എന്തായാലും പെട്ടി തുറന്നേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് കാണണം എന്നുള്ളത് നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. ലാസ്റ്റ് ടൈം ഞാൻ മാഞ്ചസ്റ്റർ വിയന്നയിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം കാണിച്ചില്ലേ ഒരു വ്ളോഗായിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം കാണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പെട്ടി തുറക്കട്ടെ. എനിക്കിത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ മറന്നേ പോയി എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന് പോലും. ഞാനിപ്പോൾ നിങ്ങളോടൊപ്പമാണ് ഞാനിപ്പോൾ കാണാൻ പോണേ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങാം. ഒരു പെട്ടിയില്ല. അപ്പോൾ സെക്കൻഡ് പെട്ടി ഒരു സൈഡിലേക്ക് മാറ്റാം. ഇവിടെ ഇരിക്കട്ടെ, സ്പേസ് നല്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. ഓക്കെ, കൂടുതൽ കാര്യങ്ങളും നമ്മൾ കിച്ചൺ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വാങ്ങാറ് മോസ്റ്റ്ലി. പിന്നെ കുറച്ച് ക്ലോത്ത്സ് വാങ്ങിക്കും. ക്ലോത്ത്സ് എന്ന് പറയുമ്പോൾ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ കുറേ കാര്യങ്ങൾ ആവശ്യം വരും. ഇതിനകത്ത് കുറച്ച് ക്ലോത്ത്സ് ആണ്, ഇതെല്ലാം പുതിയ കളക്ഷൻസ് ആണ്. അത് ഞാനിപ്പോൾ ഏതായാലും എടുക്കുന്നില്ല. സ്റ്റോക്കിങ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാണിക്കാം. ഇതെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ പോയപ്പോൾ വിഷ്ണു അനുവൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയാണ് പോയത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ബാഗേജ് കൊണ്ടുവരാൻ സാധിച്ചു. ഞങ്ങളുടെ 3 പേരുടെയും വെയിറ്റിനുള്ള സാധനം കൊണ്ടുവരാമല്ലോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ്, ചെറിയ ക്യൂട്ട് പീസസ്. വലിയ സംഭവമൊന്നുമില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറവാണ് വാങ്ങുന്നത്. പക്ഷെ ക്യൂട്ട് സാധനങ്ങൾ, യൂസ്ഫുൾ സാധനങ്ങളൊക്കെ വേണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇതെല്ലാം വീണ്ടും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഓരോ കടയിലും പോയി ഓരോന്ന് മേടിച്ച് എനിക്ക് കറക്റ്റ് ഓർമ്മ വരും. നിങ്ങളൊരു എക്സപ്പറേറ്റർ ഓർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ, കോഴിക്കുഞ്ഞിൻ്റെ. ഇത് വേറൊരു കോഴിക്കുഞ്ഞ്. നോക്കാം. ഇപ്രാവശ്യം ഞാൻ ഒരുപാട് ബേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മേടിച്ചിരുന്നു ഈ ഒരു യാത്രയിൽ. ഞാൻ ജസ്റ്റ് പോകുന്നത് ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ തുറക്കാൻ പറ്റാത്തതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ ക്രിസ്മസ് സീരീസിൽ നിങ്ങളെല്ലാം പല ടൈപ്പ് ഓഫ് കേക്ക്സ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. അതെൻ്റെ അക്ഷയ പാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, തീരുന്നില്ലല്ലോ. ഇത് ഒരു പെട്ടിയുടെ വിശേഷമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് പെട്ടി.
ഓക്കെ, ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. യെസ്, ഇത് അവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഫൈബർ എന്ന് പറയുന്ന സിലിക്കോൺ ഇറങ്ങിയിരുന്നു. ഇത് 8 മാസം മുന്നേ മേടിച്ചതാണ്. ഇവിടെ നാട്ടിൽ എവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സിലിക്കോൺ ആയിരുന്നു നമ്മളുടെ ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സമയത്ത്. സിലിക്കോൺ മോൾഡുകൾ പല ബേക്കിങ്ങിന് ആവശ്യമുള്ള. ഇത് ഗ്ലാസ് ഫൈബറിൻ്റെ സിലിക്കോൺ, കുറച്ചൊരു ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. പക്ഷേ അത് സിലിക്കോണാണ്, ഗ്ലാസ് ഫൈബർ സിലിക്കോൺ. അപ്പോൾ അതിൻ്റെ ഗ്ലോസ് ഓരോന്നിൻ്റെ ഗ്ലോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്ലാസ് ഫൈബർ സിലിക്കോൺ. സിലിക്കോൺ പോലെയാണ്, പക്ഷേ ഡിഫറെൻ്റ് ആണ്. ഗ്ലാസ് ഫൈബറാണ്. ഓക്കെ, ജർമ്മൻ ബ്രാൻഡാണ് സെങ്ക്. നല്ല കുറച്ച് എക്സ്പെൻസീവ് ടൈപ്പാണ് ഈ ബ്രാൻഡിൽ വരുന്നതല്ല. നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഒരു ഫാഷനബിളാണ്, ഇത്തരം ഗ്ലാസ് ഫൈബർ സിലിക്കോൺ. ഇതിൻ്റെ വലുതും ചെറുതും പല ടൈപ്പ് ഓഫ് മോൾഡുകളും ഇപ്പോൾ വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ടാർട്ട്സ് ഉണ്ടാക്കാം, വേണമെങ്കിൽ പിന്നെന്താ പറയുക പൈസ് ഉണ്ടാക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അതെ, കണ്ടില്ലേ, ടാർട്ട് ബേസ് ഇതുപോലെയൊക്കെ ചെയ്യാം ഈ മോൾഡിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ബേക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ലേക്ക് ലാൻഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതൊരു ബ്രാൻഡാണ് ലേക്ക് ലാൻഡ്. അവിടെ നല്ല കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ ലേക്ക് ലാൻഡിൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ടാണ്, ഒരു ഔട്ട്ലെറ്റിൽ പോയിട്ടാണ് കുറേ കാര്യങ്ങൾ വാങ്ങിച്ചത്. അതിൽ ഒരു സിലിക്കോൺ മാറ്റർ ഞാൻ കാണിച്ചതല്ലോ, ഇത് സാധാരണ അല്ല, ഗ്ലാസ് ഫൈബർ സിലിക്കോൺ. പിന്നെ അവിടെ നിന്ന് ഞാൻ മേടിച്ച കുറച്ച് കാര്യം, നമ്മൾ ഈ പല ടൈപ്പ് ഓഫ് കേക്കിൻ്റെ ഐസിങ് കാണാറില്ലേ, ഈ ഫ്രോസ്റ്റിംഗ്, അതിൽ പല പല എന്താ പറയുക മൾട്ടി കട്ട്, ഒരു ജോമെട്രിക് പാറ്റേൺ, അതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ടേഴ്സ്, ഈ ടൈപ്പ് ഞാൻ അത് കാണിച്ചു തരാം. അതായത് ആ കട്ടർ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ആ കേക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയായിട്ട് വരും. അതിന് യൂസ് ചെയ്യുന്ന കട്ടർ. ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള കേക്ക്സ് കണ്ടിട്ടില്ലേ, ഭയങ്കര ഒരു മാജിക്കലായിട്ടാണ് അത്. ഇതും ഒരു ടൈപ്പ് ഓഫ് ജോമെട്രിക് മൾട്ടി കട്ടർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അതിന് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന കട്ടറാണ് ഇതിനകത്ത്. പിന്നെ അതുപോലെ മറ്റൊരു ജോമെട്രിക്കൽ പാറ്റേണിലെ ഇതുപോലത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻസ്, ഇതുപോലത്തെ ഫ്രോസ്റ്റിംഗ് പാറ്റേൺ എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോണ്ടാൻ വെച്ചിട്ട് ചെയ്യുന്ന ഐസിങ്ങാണ്. അതിന് വേണ്ട കട്ടർ. അല്ലാതെ ഇങ്ങനത്തെ കേക്കില്ലേ, ഈ ടൈപ്പിൽ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കട്ടർ ഉപയോഗിച്ചാൽ മതി. നമ്മൾ പിന്നെ ഫോണ്ടാൻ ഐസിങ് ഇങ്ങനെ പരത്തിയിട്ട് ഈ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് അതിലിങ്ങനെ കേക്കിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. മൾട്ടി കട്ടർ, സോ ബ്യൂട്ടിഫുൾ. ഇത് ഈ ടൈപ്പ് അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. ചോക്ലേറ്റ് മിനി സ്പൂൺസ് മോൾഡ്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് സ്പൂണായിട്ട് ഉണ്ടാക്കില്ലേ, ചോക്ലേറ്റ് സ്പൂൺസ്, അതിൻ്റെ ഒരു മോൾഡ്. അത് സിലിക്കോണിൻ്റെ ആണ്. ഈ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് പുതിയത് ചോക്ലേറ്റ് മിനി സ്പൂൺസ് മോൾഡ്. എഗെയിൻ നമ്മളുടെ ചോക്ലേറ്റ് മോൾഡാണ്. ശരിക്കും നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ചോക്ലേറ്റ് മോൾഡ്. കുറച്ച് ഇംപ്രഷൻ മാറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഇംപ്രഷൻ മാറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐസിങ് ചെയ്തിട്ട് ഇപ്പോൾ അതിലിങ്ങനെ ഡിസൈൻ കൊടുക്കാനായിട്ട് ഒരു ടൈപ്പ് ഓഫ് മാറ്റ്, ഇത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇംപ്രഷൻ ഇതിലെന്താണോ കാണുന്നത് ആ ഡിസൈൻ ആ കേക്കിൽ കിട്ടും. ആ ഇംപ്രഷൻ മാറ്റ് മിനി ഹാർട്ട് ഡിസൈൻ, ഇത് ഹാർട്ടിൻ്റെ ഡിസൈൻ, ഇത് ലാർജ് ഡയമണ്ട് ഡിസൈൻ, ഇങ്ങനെ 2 ഡിസൈൻ മേടിച്ചു. അതെ, ഈ ഇംപ്രഷൻ മാറ്റ് ഹാർട്ട് ഷേപ്പ് കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ ഐസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഇത് മാറ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ആ ഡിസൈൻ വരും. ഇംപ്രഷൻ മാറ്റ് ഡയമണ്ട് ഡിസൈനാണ് വരുന്നത്. ഇപ്പോൾ ഫോണ്ടൈനിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ പല ടൈപ്പ് ഓഫ് ഐസിങ്ങും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ മേടിച്ചു, ഇതെനിക്ക് കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, സിലിക്കോണിൻ്റെ ഒരു ബേക്കിംഗ് മാറ്റ്. ഇത് നമുക്ക് ഓവൻ്റെ അകത്ത് വയ്ക്കാം, ഭയങ്കര നല്ലതാണ് ബേക്കിംഗ് മാറ്റ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് വിദേശത്ത് നിന്ന് വരുന്ന ഫോറിൻ ചാനൽസിലൊക്കെ ഇഷ്ടംപോലെ ബേക്കിംഗ് വീഡിയോസിലൊക്കെ കാണിക്കുന്നത് ഈ സിലിക്കോൺ മാറ്റ്. അത് ഞാൻ മേടിച്ചായിരുന്നു, കൺഫെക്ഷണറി മാറ്റ്. അതാണ് ഒരെണ്ണം. ഓക്കെ, അത് കുക്കീസ്, ബേക്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കേക്ക് ബോർഡ്സ് പല ഡിസൈനിലും കിട്ടുന്നുണ്ട്. ഈ ടൈപ്പ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഉണ്ടാവാം. ഇത് മാർബിൾ ഇഫക്റ്റുള്ള ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ്. അത് ഞാനൊരു സാമ്പിളായിട്ട് ഒരെണ്ണം മേടിച്ചു. ഓക്കെ, അതെല്ലാം ആ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു ഈ പെട്ടിക്കകത്ത് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇനി ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം ചെയ്താൽ ടിയാറ ഐസിങ് കട്ടേഴ്സ്. അതായത് ചില കേക്ക്സിൽ ഇങ്ങനെ ക്രൗൺ പോലെ, അപ്പോൾ കപ്പ് കേക്ക്സിലാണെങ്കിലും ക്രൗൺ ഡിസൈൻ വയ്ക്കാം, അതിൽ കുഞ്ഞ് ക്രൗൺ വയ്ക്കാൻ പറ്റും, കുഞ്ഞ് ക്രൗൺ അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ കേക്ക്സിലുള്ള ഈ ക്രൗൺ വെച്ചിട്ടുള്ള ഡിസൈൻസ് ചെയ്യാനായിട്ട്
റൗണ്ട് ഡിസൈൻ. ആ കേക്കിൻ്റെ പിക്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് ഈ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ ടിയാറ ഐസിങ് കട്ടേഴ്സ്. ഇത് വലിയ ക്രൗൺ ഉണ്ടാക്കാൻ ഇങ്ങനെ ഇരിക്കും. കേക്കിൻ്റെ മുകളിൽ വെച്ചാൽ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വയ്ക്കാൻ പറ്റും. ഇതൊരു കേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളങ്ങനെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അതിനൊരു കുട്ടി ടിയാറ ഉണ്ട്, സ്മോൾ വൺ. അത് കപ്പ് കേക്കിൻ്റെയൊക്കെ മുകളിൽ വയ്ക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയത്. യൂണിക്കോൺ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫിഗറാണ് യൂണിക്കോൺ, പ്രത്യേകിച്ച് കേക്ക്സിൽ. അപ്പോൾ യൂണിക്കോണിൻ്റെ ഐസിങ് കട്ടറാണിത്. കോൺടൺ ഐസിങ്ങിലൊക്കെ ഈ യൂണിക്കോണിൻ്റെ ഈ മോൾഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ യൂണിക്കോൺസ് തയ്യാറാക്കാം. കേക്കിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നതാണ് അല്ലേ, ഇതൊരു കേക്കാണ്. കേക്കിൻ്റെ സൈഡിലുള്ള യൂണിക്കോൺസിനെയാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കട്ടേഴ്സാണ് അതിന് യൂസ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. അതായത് ഫ്ലവർ പോട്ട് മഫിൻ കേസസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഫ്ലവർ പോട്ടിൻ്റെ മോഡലിൽ മഫിൻസ് വരുന്നത്. അതായത് ഇതൊരു സിലിക്കോൺ മോൾഡാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കേക്ക്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ അലങ്കരിച്ച് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം. ഫ്ലവർ പോട്ട് ഡിസൈൻ 6 ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള കേക്കിന് കൊടുക്കുന്ന എന്താ പറയുക ഡസ്റ്റിംഗ് പൗഡേഴ്സ്. ഇത് സിൽവർ എഡിബിൾ സിൽക്ക് റേഞ്ചിലാണ്, മെറ്റാലിക് ലൈറ്റ് സിൽവർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. എഡിബിൾ ഗ്ലിറ്റേഴ്സ്, മെറ്റാലിക് ലൈറ്റ് സിൽവർ. ഇത് ഷിമ്മർ ഗോൾഡ് ഗ്ലിറ്റർ ആൻഡ് വേറൊരു ലൈറ്റായിട്ടുള്ളൊരു പേളിൻ്റെ ഒരു കളറാണ്, പേൾ കളർ ഗ്ലിറ്റർ. ഓക്കെ, പിന്നെ ഒരു പ്രധാന കാര്യം ഈ സെമി ഹെമിസ്ഫിയർ മോൾഡ് ഞാൻ മേടിച്ചിരുന്നു. അതായത് അല്ലല്ലേ ഇങ്ങനത്തെ ഡിസൈനിലൊക്കെ നമുക്ക് റൗണ്ട് ഒരു ഹെമിസ്ഫിയർ അങ്ങനത്തെ മോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ചോക്ലേറ്റിലാണെങ്കിലും കേക്സിലാണെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് അതിൻ്റെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. അതിനുള്ള സെമി ഇങ്ങനെ കണ്ടില്ലേ സ്മോൾ ഹെമിസ്ഫിയർ മോൾഡ് അതെനിക്ക് വേണം. അതും മേടിച്ചു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ സ്മോൾ ഹെമിസ്ഫിയർ മോൾഡ് ഉപയോഗപ്പെടും. 2 ഹെമിസ്ഫിയറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് 2നും കൂടെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ബോൾ മാതിരി ഒരു ഗ്ലോബ് പോലെ ഉള്ള ഒരു ഇത് കാര്യം കിട്ടും. അതാണ് ഹെമിസ്ഫിയർ. ചെറുതാണ് വാങ്ങിയത്, സ്മോൾ സൈസ്. ഇതെല്ലാം ജസ്റ്റ് നമ്മുടെ കുറച്ച് സിലിക്കോൺ കാര്യങ്ങൾ തന്നെ. ഇതെല്ലാം കുറച്ച് നല്ല കൂടിയ ബ്രാൻഡ്സാണ്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്. അത് മേടിച്ചു. പിന്നെ കുറച്ച് എന്താ പറയുക, ഇതൊക്കെ വേറെ സ്ഥലങ്ങളായിട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് മേടിച്ചു. ആ കൂട്ടത്തിൽ ഇത് വേറെ ഷോപ്സിൽ നിന്നാണ് വാങ്ങിച്ചത്. ആ ഒരു മോളിൽ കയറിയപ്പോൾ അവിടുത്തെ ഓൾഡിയിൽ നിന്ന് മേടിച്ചാണ്. പീലർ, ചെറിയ പീലർ, മിനി പീലർ. കേക്കിനെ ഇപ്പോൾ പല ടയേഴ്സ് ഓഫ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ, മൾട്ടി ടയർഡ് കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അകത്തെ നമ്മളിങ്ങനെ ഇതുപോലത്തെ കാര്യം തീർക്കും. അതിനൊരു ബലം കിട്ടാനായിട്ട് 3 ടയർ കേക്ക്, ഇപ്പോൾ 2 ടയർസ് 3 ടയർ കേക്ക്, പല പല തട്ടുകളായിട്ടുള്ള കേക്കിന് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്കാണ് ഇത് ചെയ്യുന്നത്. ഡബിൾസ് എന്നാണ് ഇത് പറയുന്നത്. നമ്മളിങ്ങനെ 3 ടയർ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഡബിൾസാണ് അതിനകത്തേക്ക് കുത്തി ഇറക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഡബിൾസാണ്, ഈസിലി കട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ലഗേജ് ടാഗ്സാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മൈൻ യുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും വൈഫും പോകുമ്പോൾ ഒരാളുടെ ബാഗ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ലഗേജ് ടാഗ്സ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇത് ഓയിൽ, കുഞ്ഞു കുപ്പി, ഓയിൽ കുപ്പി, ഇതെന്തെങ്കിലും കണ്ടെയ്നർ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റോറേജ് ബോട്ടിൽസാണ്. ഓക്കെ, സോ ക്യൂട്ട്. എയർ ടൈറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും സൂക്ഷിക്കാനുള്ള കണ്ടെയ്നേഴ്സ്. ഇതുപോലത്തെ എവിടെ കണ്ടാലും ഞാൻ വാങ്ങും, വീണ്ടും വീണ്ടും വാങ്ങും. അതാണ് എൻ്റെ വിഷയം. ഓക്കെ, അതോടൊപ്പം ഒരു ക്യൂട്ട് അടുത്താൾ വരുന്ന നോക്കിയേ, ഒരു ഓയിൽ ബോട്ടിൽ പോലെ കണ്ടോ, ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഇങ്ങനത്തെ അടപ്പമൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഈ നമ്മുടെ എന്താ പറയണ്ടേ, ഒരു ഭൂതത്തിനെ അടച്ചു വയ്ക്കുന്ന ഭരണി പോലെയാണ് ഇതിനകത്ത്. അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ അതിലെല്ലാം കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ബോഡി. ഇത് ഞാൻ തുറക്കുമ്പോൾ ഒരു ഭൂതം ഇറങ്ങി വരുമായിരുന്നോ, ഹൂനോസ്. ഇതെല്ലാം അടച്ചു വയ്ക്കാം സൂക്ഷിച്ച്. സോ നൈസ്. ഇത് കണ്ടെയ്നേഴ്സ് അങ്ങനെ കുറച്ച് എപ്പോൾ കാണുമ്പോഴും വാങ്ങും. ആവശ്യമുണ്ടോ ഇല്ലെന്നോ നോക്കുന്നില്ല, അത് വാങ്ങുന്നത്. പിന്നെ ഇത് ഫ്രിഡ്ജിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഫ്രിഡ്ജിനകത്തുള്ള ഫ്രിഡ്ജ് ലൈനേഴ്സ്. ഓക്കെ, ലൈനർ ട്വിൻ പാക്ക് കീപ്സ് ഫ്രഷ്, എന്തായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കും. അതിങ്ങനെ പ്ലേസ് ഇൻ സാലഡ് ട്രേ ഓർ ഡയറക്ട്ലി ഓൺ ഷെൽഫ്, കട്ട് ടു സൈസ് ഇൻ റിക്വയർഡ്. അങ്ങനെ ലൈനറാണ്.
മോയ്സ്ചർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും മോയ്സ്ചർ കയറി അത് അതിൻ്റെ ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, അതൊരു കാര്യം. ഇത് സാധാരണ ഫ്രീസർ ബാഗ്സ് ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ യൂസിന് വാങ്ങുന്നതാണ്. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ ബോട്ടിൽസിനുള്ള പേപ്പർ ടാഗ്സ് ആണ്. ചില ബോട്ടിലിലെല്ലാം നമ്മൾ ടാഗ് ഇടില്ല, എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ടാഗ് ഇടാം. പിന്നെ ഭയങ്കര രസമായിട്ട് ടാഗ്സ്, പേപ്പർ ടാഗ്സ്. ഇതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടാണ് മേടിച്ചത്. ദാറ്റ് ഈസ് നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങെല്ലാം വെക്കാനായിട്ട് നമ്മുടെ ഗണ്ണി ബാഗ് പോലെ ചാക്കിലെ, നമ്മുടെ ചാക്കിലൊക്കെ അല്ലേ പണ്ട് ഈ പ്രൊവിഷ്യൻ സ്റ്റോറിലൊക്കെ ചാക്കിലല്ലേ ഇരിക്കുന്നത്, അതുപോലെ ഇത് ഓപ്പണായിട്ട് നമ്മൾ സവാളയൊക്കെ ഇതിനകത്തിട്ട് വെച്ചാൽ സവാളയും ഉരുളക്കിഴങ്ങ് ഒരിക്കലും ഒന്നിച്ചിട്ട് വെക്കരുത്. പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ കൊട്ടയിലൊക്കെ വയ്ക്കില്ല. ഇത് ശരിക്കും ഒരു ക്ലോത്തിൻ്റെ 2 ചാക്കാണ്, ചാക്ക് പോലെ ഡിസൈൻ. ഓക്കെ, ഭയങ്കര രസമായിരിക്കും. ഇതിനകത്ത് നമ്മളിങ്ങനെ ഒന്നിനകത്ത് ഉരുളക്കിഴങ്ങ്, ഒന്നിനകത്ത് സവാള. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് വേണം, അത് മേടിച്ചു. ഇതാണ് നമ്മളുടെ നോക്കി സഞ്ചി വന്ന് ചാക്ക് പോലെ. ഇതിനകത്താണ് സവാള, ഒന്നിനകത്ത് സവാള, ഒന്നിനകത്ത് ഉരുളക്കിഴങ്ങ്. ഇങ്ങനെ 2 എണ്ണമായിട്ട് വയ്ക്കാം. ക്യൂട്ട് പീസസ്, നല്ല രസമല്ലേ. പിന്നെ തലമുടിയുടെ ഹെയർ ബാൻഡ്, ക്ലിപ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വറുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത്, ഇപ്പോൾ ഫിഷ് ഫിംഗേഴ്സ് അതിനെല്ലാം ഇതിനകത്ത്, ഇത് ചെറുതാണ്, വലുതല്ല, കുറച്ച് ക്വാണ്ടിറ്റി ഇതിനകത്തേക്ക് ഇട്ടിട്ട് എണ്ണയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എളുപ്പമുണ്ടല്ലോ കുക്ക് ചെയ്യണം. നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്യണം. അല്ലാണ്ട് ബാർബിക്യൂ ഹൗസ് ഫ്രൈസ് ബാസ്ക്കറ്റ്. ഇത് ഫ്രൈസിൻ്റെ ബാസ്ക്കറ്റാണ്. അത് വെറുതെ വുഡൻ സെർവിങ് ബോർഡാണ്. എന്തെങ്കിലും നമ്മളിങ്ങനെ സെർവ് ചെയ്യാനായിട്ട് പ്ലേറ്റ് ചെയ്യില്ലേ, നല്ല ഭംഗിയായിട്ട്, അതിനുള്ള സെർവിങ് ബോർഡ്. സ്മോൾ ക്യൂട്ട് വൺസ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഐസ് ട്രീസ്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഐസ് ട്രീസ്. അത് 2-3 ടൈപ്പ് മേടിച്ചിരുന്നു. പല പല കളേഴ്സ്, പച്ച, ഓറഞ്ച് ഐസ് ട്രീസ് ആണ്. ഫാൻസി. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഐസ് ക്യൂബ് ട്രേ. ഒരെണ്ണം നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, അതിൻ്റെ ഷേപ്പ് നോക്കി തിളങ്ങുന്നു. ഇതാണ് എൻ്റെ ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇങ്ങനെ ആയിരിക്കും ഇതിന്, ഐസിൻ്റെ ഷേപ്പ് ഇതായിരിക്കും. ഇത് പല പല കളേഴ്സിലെ ഐസ് ക്യൂബ് ട്രേസ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് ഓറഞ്ച്. കളേഴ്സൊക്കെ കണ്ടാൽ ഭയങ്കര അട്രാക്റ്റീവാണ്. പിന്നെ വേറെ 2 കളർ കൂടി ഞാൻ, അതായത് ഒരു കളർ കൂടി ഞാൻ മേടിച്ചു, ഗ്രീൻ. സീരിയസ്, എല്ലാത്തിൻ്റെയും 2 ഉണ്ട്. 2 പീസ് ഐസ് ക്യൂബ് ട്രേസ്. അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. കുറേ സിസേഴ്സ്, അതിൻ്റെ ഒരു ഫുൾ സെറ്റ് മേടിച്ചു. നമ്മൾക്കിവിടെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് കണ്ണാപ്പ. നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാപ്പ കുറച്ച് ഭാഗം പൊട്ടിയതാണ്. ഇത്രയും ഭാഗം മിസ്സിങ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ണാപ്പ എൻ്റെ കയ്യിൽ ഇനി ഇല്ലേ, ഇതെന്ത് പറ്റിയെന്നൊക്കെ നോക്കി. അപ്പോൾ ഇതിനാ പെട്ടിക്കാത്തായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മേടിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ബ്യൂട്ടിഫുൾ കണ്ണാപ്പ, വിത്ത് നല്ലൊരു ബ്രാൻഡിൽ. എഗെയിൻ അങ്ങനത്തെ സെർവിങ് സ്പൂണാണ്. ആക്ച്വലി ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, ഇതെല്ലാം തന്നെ സത്യത്തിൽ ഇത് വിയന്നയിൽ വാങ്ങിയതാണ്. ആ പ്രാവശ്യം ഞാൻ വിയന്നയിൽ വാങ്ങിയ എല്ലാ സാധനവും ഞാൻ കൊണ്ടുവന്നിരുന്നില്ല. ഞാൻ മോളുടെ വീട്ടിൽ വെച്ചിട്ട് വന്നു. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആ വിയന്നയുടെ ട്രിപ്പിൻ്റെ ബാക്കിയുണ്ടായിരുന്നു, അത് കൂടി ചേർത്തിട്ടാണ് ഈ ജനുവരിയിൽ വന്നപ്പോൾ കൊണ്ടുവന്നത്. സ്റ്റഫ് വയ്ക്കാനുള്ള ഒരു കൊളാപ്സിബിൾ സ്നാക്ക് ബോക്സാണ്. കുട്ടികൾക്കൊക്കെയാണ് ശരിക്കും വലിയ സ്നാക്ക് ബോക്സ് കൊണ്ട് ഉപയോഗം. കൊളാപ്സിബിൾ സ്നാക്ക് ബോക്സ്. ഇതിനെ ഞാനൊന്ന് തുറക്കട്ടെ. വളരെ ഹാൻഡിയാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, നല്ല ഇങ്ങനെ കറക്റ്റായിട്ട് ചെറുതായിട്ട് കൊണ്ട് നടത്താനും അതേസമയം ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വലുതാവുന്നതാണ്. ഓക്കെ, ഇതിനകത്തെല്ലാം നമുക്ക് സ്നാക്സ് ഇട്ട് വയ്ക്കാം. നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സാധാരണയായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാം ആവശ്യം കഴിഞ്ഞിട്ട്. ആ രീതിയിൽ വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കുഞ്ഞാക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആക്കാം. അപ്പോൾ ഫ്ലാറ്റാണ്, ചെറിയൊരു പീസായിട്ട് മാറി. സോ നൈസ് അല്ലേ, കൊള്ളാം. സിങ്കിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇതിനകത്ത് നമ്മുടെ ബ്രഷ്, അങ്ങനത്തെ ഈ സിങ്കിൽ കഴുകുന്ന ക്ലീനിങ് ബ്രഷ് കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. ഇവിടെ
നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിൽ വേണമെങ്കിൽ വെക്കാൻ സെക്കൻഡ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക്. ഇതൊരു വലുതാവുന്ന ബക്കറ്റ്. സോ ക്യൂട്ട് അല്ലേ? ഇത് ആവശ്യമില്ലാത്ത സമയത്ത് ഇതിനെ ചെറുതാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അതിനുള്ള കാര്യങ്ങളും സിമ്പിൾ. ഇതിനെ നമുക്കിങ്ങനെ തൂക്കിയിടാം. അപ്പോൾ ആർക്കും മനസ്സിലാവില്ല ഇതൊരു ബക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചൂട് പാത്രങ്ങൾ നമ്മളിങ്ങനെ മാറ്റിൻ്റെ മേളിൽ വെക്കില്ല. ഇതൊരു മാറ്റാണ്, സിലിക്കോൺ മാറ്റ്. ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ചൂടോടുകൂടി പാത്രമൊക്കെ എടുത്ത് വയ്ക്കും. കേട്ടോ പാത്രം വെച്ചിരിക്കുന്ന ചൂട് പാത്രങ്ങൾ. സോ ക്യൂട്ടല്ലേ? ഇതിൻ്റെ മുകളിൽ ഏത് ചൂട് പാത്രമാണെങ്കിലും കേക്ക് പോപ്സ് ഉണ്ടാക്കില്ല, കേക്ക് പോപ്സ് അതുണ്ടാക്കാനായിട്ടുള്ള മോൾഡ് ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റിക്കും ഉണ്ട്, വിത്ത് സ്റ്റിക്ക്. അപ്പോൾ എനിക്കൊരു കേക്ക് പോപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈസിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കേക്ക് പോപ്പ് മോൾഡ് വിത്ത് സ്റ്റിക്സ്. അതല്ലേ, സ്റ്റിക്സും ഉണ്ട് മോൾഡും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ കേക്ക് പോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ കയറ്റിയിട്ട് പിന്നെ ഈ സ്റ്റിക്ക് ഈ ഹോളിൽ കൂടി അകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചാൽ അത് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വരും. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഡിമോൾഡ് ചെയ്താൽ മാത്രം മതി, കിട്ടും. ഓക്കെ, ഇത് സ്റ്റിക്സ്. ഇതാണ്, ഇങ്ങനെയാണ് സംഭവം വരുന്നത്. സിലിക്കോണാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ കേക്ക് പോപ്സിനുള്ള ആ ഒരു ഡോ വയ്ക്കുന്നത്, അതിനെ മിക്സ് ചെയ്ത കാര്യം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്യും നന്നായിട്ട്. എന്നിട്ട് ഈ ഹോളിനകത്തൂടി ഓരോ സ്റ്റിക്കും കുത്തി വയ്ക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കേക്ക് പോപ്സ് എടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളത് ഗനാഷിലോ ചോക്ലേറ്റോ എന്താണ് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ കളർ ചോക്ലേറ്റ്സ് എന്തിലെങ്കിലും മുക്കിയെടുക്കാം. സ്പ്രിങ്കിൾസൊക്കെ ഇട്ടിട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് എന്താണെന്നോ, ഒരു പോപ്സിക്കിളിൻ്റെ ഐസ്ക്രീം മോൾഡാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റീമോൾഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇത് ഇങ്ങനെയാണ് എൻ്റെ അടപ്പ്. നമ്മൾ അതിനകത്തേക്ക് ഇതിപ്പോൾ ചോക്കോബാറോ എന്തെങ്കിലും ചോക്കോബാറിന് അല്ലെങ്കിൽ എന്താ പറയുക, ചോക്കോബാറിന് വേണ്ടിയിട്ടുള്ള കാര്യമാകാം. ഇതിനകത്ത് നമ്മൾ ഫില്ലിങ് നിറച്ചിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള പോപ്സിക്കിൾസ് എന്തെങ്കിലും ആണെങ്കിലും എന്ത് സുഖം. സാധാരണയായിട്ടുള്ള മോൾഡിൽ നിന്നും വ്യത്യാസം. ഇത് സിലിക്കോൺ. ഇതുപോലത്തെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് എത്ര നാളായി ഞാൻ എല്ലാം മറന്നുപോയി. പിന്നെ ഐസ് ക്യൂബ്സിൻ്റെ ട്രേ, ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു പെൻക്വിൻ്റെ ഷേപ്പിൽ, അത് കാരണം അതും മേടിച്ചു. പിന്നെ ക്യൂട്ടിഫൈ ഐസ് ക്യൂബ് ട്രേ പെൻക്വിൻ. സോ ക്യൂട്ട്. ഇതെങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഐസ് ക്യൂബ് ട്രേ ആണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിറയ്ക്കാം. ഐസ് ക്യൂബ്സ്, വെള്ളമാണെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. പിന്നെ ഇത് വേറൊരു ഐസ് ക്യൂബ് ട്രേ. നിങ്ങൾ വിചാരിക്കും എന്തുമാത്രം ഐസ് ക്യൂബ് ട്രേക്ക് എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വിത്ത് കവർ വരുന്നതുകൊണ്ട്. കവർ വരുന്ന വന്നാൽ നമുക്കിപ്പോൾ ബ്യൂട്ടി വ്ളോഗ്സിന് വേണ്ടി, അപ്പോൾ നമ്മുടെ തന്നെ ബ്യൂട്ടി കെയറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഐസ് ക്യൂബ്സ് ആയിട്ട് വെക്കാം. ചില കാര്യങ്ങളൊക്കെ കുക്കുംബർ ജ്യൂസ്, പിന്നെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് ജ്യൂസൊക്കെ വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മുഖത്തിങ്ങനെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് ക്ലോസ് ചെയ്ത് വെക്കാം. വെറുതെ ഓപ്പൺ ആക്കി വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം അടപ്പുള്ള ട്രേസ് മേടിച്ചത്. പിന്നെ വീട്ടിലാണെങ്കിൽ വാങ്ങിയ മറ്റൊരു ക്യൂട്ട് സാധനം കണ്ടോ, ഇത് നമ്മുടെ കേക്ക് ടെസ്റ്ററാണ്. നമ്മൾ സാറിന് ഈർക്കിലൊക്കെ കുത്തിയല്ലേ നമ്മൾ നോക്കുന്നത്. ഞാൻ പറയില്ല സ്ക്യൂബേഴ്സോ ഈർക്കിലോ വെച്ചിട്ട് കേക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയോ നോക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇതൊരു സ്റ്റീലിൻ്റെ കേക്ക് ടെസ്റ്റർ. ക്യൂട്ടാണ്. ഒരു മഫിൻ്റെ പടമൊക്കെ ആയിട്ട് അതിൻ്റെ ബാക്കിൽ ആ ഒരു ഷേപ്പാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ഇത് ഷുഗർ ക്രാഫ്റ്റ്. ഇത് കുറച്ച് ടെക്നിക്സാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേക്ക് ഡിസൈനേഴ്സ് ഡിസ്കാണ്. ഇതാണ് ഈ ബേക്കിങ്ങിൻ്റെ കേക്ക് മാർക്കേഴ്സാണ് സത്യമായി ഷുഗർ ക്രാഫ്റ്റിൻ്റെ. ഇത് പാറ്റേൺ വരയ്ക്കാൻ അത് കുറച്ച് അങ്ങനത്തെ കാര്യത്തിന് യൂസ് ചെയ്യുന്നതാണ്. സ്ക്രബിങ്ങിൽ ഫുഡ് കളർ പെൻസിൽ ഓർ പെൻസിൽ ഫോർ റോയൽ ഐസിങ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു. പിന്നെ കുറച്ച് മോൾഡുകൾ മേടിച്ചു. കുക്കി മാൻ, ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, ഞാൻ കുക്കി മാനെ ഒക്കെ ഉണ്ടാക്കി കാണിക്കണമെന്ന് എനിക്ക് തോന്നി. പല ടൈപ്പ് ഓഫ് കുക്കീസ് ചെയ്യാൻ പറ്റും നമുക്കത്. ഓക്കെ, ക്രിസ്മസ് ഫാദർ അതിൻ്റെ മോൾഡാണ്. ഇത് ഒരു ഹൗസ്. പിന്നെ ഒരെണ്ണം ഉള്ളത്
കുക്കി മാൻ. ഇതിലെല്ലാം കുക്കീസ് ഉണ്ടാക്കുമ്പോൾ ഏത് ടൈപ്പ് കുക്കീസ് വേണമെങ്കിലും ഇത് മോൾഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മേടിച്ചതാണ് ഈ ബ്യൂട്ടിഫുൾ. ഐ എം സോ എക്സൈറ്റഡ്. ഭയങ്കര എക്സ്പെൻസീവാണ്, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്താണ് മേടിച്ചത്. എല്ലാം ഒന്നും മേടിച്ചില്ല കേട്ടോ, കുറച്ചൊക്കെ മേടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട 3 മേടിച്ചു. കുക്കി മാനെയും ഒരു ഹൗസ് ആൻഡ് ക്രിസ്മസ് കേക്ക് റിബൺ. ഇവിടെ ചില സമയത്ത് അന്വേഷിക്കുമ്പോൾ നല്ല റിബൺസ് ഒന്നും കിട്ടില്ല. ഇതെല്ലാം ക്യൂട്ട് പോൾക്ക ഡോട്ട്സ് ആയിട്ട്. പിന്നെ ഒരു പ്രധാന കാര്യം മേടിച്ചത് സുമാക്ക് എന്ന് പറഞ്ഞൊരു സ്പൈസ് ഉണ്ട്, സുമാക്ക് പൗഡർ. പല റെസിപ്പീസിൽ, ലബനീസ് റെസിപ്പീസിൽ, അറബിക് റെസിപ്പീസിലൊക്കെ ഉണ്ട് സുമാക്ക് പൗഡർ. അത് ഞാൻ അന്ന് കണ്ട് മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഞാനിങ്ങനെ നോക്കുന്നത് ഇത് എക്സ്പയറി ആയോ ഇല്ലെന്ന് അറിയാനായിട്ട്. കുഴപ്പമില്ല, 2020 ലാസ്റ്റ് ഡിസംബർ അവസാനം വരെ ഇതിന് വാലിഡേറ്റ് ഉണ്ട്. തീർന്നിട്ടില്ല, 2 മാസം കൂടി ഉണ്ട്. 3 മാസം കൂടി ഉപയോഗിക്കാം. ഫുഡ് കളേഴ്സ്, ജെൽ ഫുഡ് കളേഴ്സ്, യെല്ലോ, റെയർ ആയിട്ടുള്ള യെല്ലോ, പിന്നെ എന്താ ഗ്രീൻ ജെൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മഞ്ഞ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പച്ച, അങ്ങനെയാണ് മേടിച്ചു. അതുപോലെ തന്നെ റെഡ് ജെൽ ഫുഡ് കളർ. പിന്നെ ഇത് നോക്കിയേ, സോ ക്യൂട്ട്. ഇതെല്ലാം എഗ്ഗ് വയ്ക്കാനുള്ളതാണ്, മുട്ട ഇങ്ങനെ വയ്ക്കാനായിട്ട്. എഗ് ഹോൾഡേഴ്സാണ്, എഗ് കപ്സ്. അതാണ് നമ്മളുടെ ഈ കുട്ടി ഈ അശൻ നമ്മുടെ ഇത് മുട്ട വയ്ക്കാനായിട്ടൊരു ചിക്കൻ കുഞ്ഞി. അതുപോലെ ഇതും എഗ് കപ്സ്. ഇതെല്ലാം ഞാൻ ലേക്ക് ലാൻഡിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് ഓർമ്മയില്ല. പീലറാണ്. ഈ പീലർ വെച്ചാൽ ജൂലിയൻ പീലറാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളരിക്കയൊക്കെ നമുക്ക് നീളത്തിന് മുറിക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ പീലർ ഞാൻ നേരത്തെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് പൊട്ടറ്റോ എല്ലാം കനം കുറച്ച് നിങ്ങൾക്ക് ഞാൻ പൊട്ടറ്റോ ചിപ്സ് കാണിച്ചു തന്നില്ലേ, അതിന് ശരിക്കും കനം കുറച്ച് അരിയുന്ന സമയത്ത് അതിന് പകരം ഞാനിങ്ങനെ ഇത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ പീൽ ചെയ്തിരുന്നെങ്കിൽ കനം കുറച്ച് നീളത്തിന് കിട്ടിയത്. ഇത് കുക്കുമ്പർ, പിന്നെ പൊട്ടറ്റോ, എന്താ ക്യാരറ്റ്സ് ഒക്കെ നീളത്തിന് ജൂലിയൻ കട്ടിങ്ങിന് പറ്റിയ പീലറാണ്. ഇത് മോളുടെ വീട്ടിലുണ്ടായിരുന്നു, അവിടെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനും ഒരെണ്ണം മേടിച്ചിട്ട് വന്നത്. അത് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. നമ്മൾ ജൂലിയനായിട്ട് കട്ടിങ്, ഞാൻ നൂഡിൽസ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ജൂലിയൻ കട്ടിങ്ങല്ലേ വേണ്ട. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ക്യൂട്ട് എന്ത് കണ്ടാലും മേടിക്കും. ഇത് എന്താ പറയുക, ബോട്ടിൽ ഓപ്പണറാണ്. പക്ഷെ എന്നെ കണ്ടിട്ടുള്ള ഭംഗി കണ്ടിട്ടാണ് ആ ബോട്ടിൽ ഓപ്പണറിനെ മേടിച്ചത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എക്സ്ട്രാ മേടിച്ചിരിക്കുന്നത് എഗ് ടൈമർ. മുട്ട പുഴുകാൻ ഇട്ടിട്ട് ഈ ടൈമർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അതായത് സോഫ്റ്റ്, അത് ടൈമർ കൊടുത്തിട്ട് നമുക്ക് മുട്ട പുഴുകാം. സോഫ്റ്റ് ആയിട്ട് വേണോ, മീഡിയം ആയിട്ട് വേണോ, ഹാർഡായിട്ട് വേണോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിൽ ടൈമർ ഇട്ടാൽ മതി. വാഷ് ബിഫോർ ഫസ്റ്റ് യൂസ്. അപ്പോൾ ഇത് കറക്റ്റ് പെർഫെക്റ്റ്. പോപ്പ് ഇറ്റ് ഇൻ ദ വാട്ടർ അറ്റ് ദ സെയിം ടൈം വെച്ചാൽ, അപ്പോൾ മുട്ട പുഴുകാൻ വെള്ളത്തിലിടുന്ന സമയത്ത് ഇതും വെള്ളത്തിലേക്ക് കഴുകി ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ ഇങ്ങനെ മാറും. അത് നമ്മൾ ടൈമർ ഇട്ടിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഇതിനകത്ത് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം. ആ ഉള്ളു ഭാഗം എഗ്ഗിൻ്റെ യോക്ക് സോഫ്റ്റായിട്ട് ഇരിക്കണം എന്നാണ് സോഫ്റ്റ് എന്ന് പറയുന്നത്. ആ സോഫ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അതാണ് ടൈമർ വെച്ചിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ കളർ മാറും. അപ്പോൾ നമുക്കറിയാം സോഫ്റ്റ് സ്റ്റേജായി. പിന്നെ മീഡിയം ആണ് നമ്മൾ ടൈമർ വെച്ചിരിക്കുന്നത്, അങ്ങനെയാകും. പിന്നെ ഹാർഡ് ബോയിൽഡ് ആണെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ കളർ മാറും. അപ്പോൾ 3 ടൈമർ നമുക്ക് അറിയാൻ പറ്റും. ടൈമിങ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാധനം എഗ് ടൈമർ. ഓക്കെ, ഒഴുകുന്നതിനൊക്കെ. പിന്നെ ഇത് നോക്കിയേ, ജഗ്ഗും അതിനോടൊപ്പം കുറച്ച് കപ്സ്. അപ്പോൾ എവിടെയെങ്കിലും പിക്നിക്കൊക്കെ പോവുകയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സെറ്റാണ്, ഫുൾ സെറ്റ്. ഗ്ലാസസ് കൊട്ടുന്നതല്ല, എല്ലാ കളേഴ്സും ഉണ്ട്, മൾട്ടി കളർ. അപ്പോൾ അടുക്കി നമുക്ക് തിരിച്ചെടുത്ത് വെക്കുകയും ചെയ്യാം. നല്ല രസമല്ലേ. വെള്ളം എടുക്കാം. നമ്മളിത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് പാക്ക് ചെയ്തിട്ട് പോകാം. പിക്നിക് അതിന് വേണ്ടിയിട്ട് എവിടെ പിക്നിക്കിന് പോകുന്നത് വെച്ചാൽ അതിനൊന്നും സമയം കിട്ടത്തില്ല പിക്നിക്കിന് പോകാൻ. എങ്കിലും ഇതൊരു പക്ഷേ എപ്പോഴെങ്കിലും എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അത് ഞാൻ എപ്പോഴും പോകുമ്പോൾ വാങ്ങുന്നതാണ്. ഇവിടെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ്. ക്ലിപ്സ് ഇല്ലേ, നമ്മളിങ്ങനെ കവറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് സീൽ ചെയ്ത് വെക്കുന്നത്, സോർട്ടഡ്. ഇതൊരു 30 എണ്ണം ഉണ്ട്. അവിടെ വളരെ ലാഭത്തിന് എനിക്ക് കിട്ടും. കിട്ടിയ സമയം ആ കണ്ണിൽ കാണുന്നത് ഇപ്പോൾ മേടിക്കുന്നു. എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് എപ്പോഴും പെട്ടെന്ന് നഷ്ടപ്പെടുന്ന കാര്യമാണ്. സാധാരണ ക്ലിപ്സ് കവറല്ല. ഇപ്പം മൈദ, പിന്നെ ആട്ട, ഇതെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ കുപ്പിയിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കെല്ലാം നല്ലതായിട്ട് സീൽ ചെയ്ത് ഈസി സീലാണ്. ഭയങ്കര ലാഭത്തിനൊക്കെ ചില സമയത്ത് ഓഫേഴ്സിൽ കിട്ടും. അതുകൊണ്ടാണ് അത് മേടിച്ചത്. ക്ലിപ്സ് കപ്പർ കളർ ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗ്സ് ആണ് എക്സ്ട്രാ മേടിച്ചത്.
പൈപ്പിംഗ് എല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ളവരാണ്. ഡിസ്പോസിബിൾ ഒരു 10 എണ്ണം ഉണ്ട് പൈപ്പിംഗ് ബാഗ്സ് ഈ കളർ. ഒരു പെട്ടിയിലെ സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചതല്ലോ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ര സമയം പോയി. ഇതെല്ലാം കാണിച്ച് ഞാൻ തളർന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെക്കൻഡ് പെട്ടിക്കകത്ത് എനിക്കോ ഇതിലും കൂടുതൽ സാധനം ഉണ്ടോ എന്ന് ചെറിയ സംശയം. അപ്പോൾ അതുകൂടി ആകുമ്പോൾ ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് സോറി ഫോർ ദാറ്റ്. ഇപ്രാവശ്യത്തേക്ക് നമുക്ക് ഈ ഒരു വ്ളോഗിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ആഴ്ചയിൽ ഞാൻ ഈ സെക്കൻഡ് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ ഇതെല്ലാം എടുത്ത് ഷൂട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്കത് അടുത്ത വീട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ, പരാതിയില്ലല്ലോ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ലേഡീസിനെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും നമുക്ക് കാണാൻ വലിയ ഇഷ്ടമല്ലേ. ഇത് ഞാൻ കടയിൽ കണ്ട കുറച്ച് സാധനങ്ങൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. കുറേയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറേയൊക്കെ കണ്ട് കൗതുകം കൊണ്ട് വാങ്ങിയതാണ്. ചിലർക്ക് റെപ്പറ്റീഷനാണ്, എങ്കിലും എനിക്കിതൊരു വല്ലാത്ത പ്രൈസാണ്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതിന് മുന്നേ ഉള്ള നമ്മളുടെ ഇത്തരം വീഡിയോസിനൊക്കെ അങ്ങനത്തെ റെസ്പോൺസും അങ്ങനത്തെ കമൻസുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. നിങ്ങൾക്കെല്ലാം കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. അപ്പോൾ ബാക്കി പെട്ടിയുടെ വിശേഷം നെക്സ്റ്റ് സൺഡേ കാണിച്ചു. ഓക്കെ.